ആ കൂട്ടിയിടി സാധാരണ അപകടമായിരുന്നില്ല, ആസൂത്രിതമായി ഉണ്ടാക്കിയ അപകടം. കോഴിക്കോട് പാഴൂരിൽ ബൈക്കിലെത്തിയ സഹോദരങ്ങളെ കാർ ഇടിച്ചു തെറിപ്പിച്ചു. മുൻവൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കാർ തടഞ്ഞു നിർത്തി മർദ്ദിക്കാനെത്തിയ ചെറുവാടി സ്വദേശികളെയാണ് ഇടിച്ചു തെറിപ്പിച്ചത്. സാരമായി പരിക്കേറ്റ ഇരുവരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. കാർ ഓടിച്ച ചെറുവാടി സ്വദേശി ഇർഫാനു വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ബൈക്കിലുണ്ടായിരുന്ന 2 പേർക്കും ഗുരുതര പരിക്കാണ്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതായത് കാർ ഓടിച്ചവരും അതുപോലെ ഈ ബൈക്കിലുണ്ടായിരുന്ന 2 പേരും ഒരേ നാട്ടുകാരാണ്. ചെറുവാടി പഴമ്പറമ്പ് സ്വദേശികളാണ്. രാവിലെ ഉണ്ടായിരുന്ന ഒരു അടിപിടി, അതിൻ്റെ ബാക്കിയാണ് ഏതായാലും റോഡിൽ അരങ്ങേറിയത്. നമ്മളിപ്പോൾ ഉള്ളത് കൃത്യം സംഭവ സ്ഥലത്താണ്. ഇത് കൂളിമാട് മണാശ്ശേരി റോഡാണ്. അവിടെ ഈ പാഴൂരിൽ വെച്ചാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ വാഹനത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. പിന്നീട് ഇവിടെ നിർത്തിയിട്ട വാഹനം കാറ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാർ ഓടിച്ചത് ഇർഫാനാണ്, പഴമ്പറമ്പ് സ്വദേശി ഇർഫാൻ. അതുപോലെ ഈ പരിക്കേറ്റത് തസ്നീം, തൻസിൽ എന്ന സഹോദരങ്ങൾക്കാണ്. രാവിലെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് തസ്നീമിൻ്റെയും തൻസിലിൻ്റെയും സഹോദരനായ തൻസീഫുമായി ഇർഫാൻ ഒരു സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരിൽ വീട്ടിൽ കയറി ഇർഫാൻ തൻസീമിനെ ആക്രമിച്ചു. അതിനുശേഷം തിരിച്ചു പോകുന്ന സമയത്താണ് ഏതായാലും ഇങ്ങനെ റോഡിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ സഹോദരങ്ങൾ 2 പേരും ബൈക്കിൽ വരുന്നത്. അവിടെ നിർത്താതെ നേരെ കാർ ഓടിച്ച് അവർക്ക് ദേഹത്തേക്ക് കയറ്റുകയാണ് ചെയ്തത്. ഏതായാലും ഈ പാഴൂരിൽ അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ വെച്ചാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഒരു സാധാരണ ആക്സിഡൻ്റ് അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ ഇടിൻ്റെ നമ്മളത് വാച്ച് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കതൊരു സാധാരണ ഒരു ആക്സിഡൻ്റ് അല്ല എന്നുള്ളതാണുള്ള നമുക്ക് മനസ്സിലായത്. യുവാക്കളെ നിങ്ങൾക്ക് അറിയുന്നതാണോ? അത് അധിക ദൂരമില്ലാത്ത ആളുകളല്ല. പിന്നെ ഇവിടെ ചെറുവാടി പഴമ്പറമ്പ് എന്ന സ്ഥലത്താണ് അവർ. പിന്നെ നമുക്ക് നേരിട്ട് അറിയില്ലെങ്കിലും അന്വേഷിച്ചിടത്തോളം പറഞ്ഞത് ഒരു വളരെ വളരെ അടുത്തുള്ള സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ഒരു പണമിടപാടുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതിന് തുടക്കം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് നാട്ടുകാർ ചേർന്നാണ് യുവാക്കളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഈ അപകടം ഉണ്ടായതിനു ശേഷം ഇർഫാൻ സ്ഥലത്ത് നിന്ന് കടന്നു കളയുകയായിരുന്നു. ഇർഫാനെ ഏതായാലും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രാവിലെ ഉണ്ടായ വീട് കയറിയ ആക്രമണത്തിൽ മുക്കം പോലീസും അതുപോലെ ഈ അപകടത്തിൽ ആസൂത്രിതമായി ഉണ്ടാക്കിയ അപകടത്തിൽ മാവൂർ പോലീസും കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. പാഴൂരിൽ നിന്ന് അരുൺ കിഷോറിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.